Welcome back into the next session. You have already learned the uses of ease. Okay, നിങ്ങൾ ഓൾറെഡി ഈസിൻ്റെ ഉപയോഗം പഠിച്ചു കഴിഞ്ഞു. ഈസ് കൊണ്ട് എങ്ങനെയൊക്കെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം, അത് നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കി. ഹീസ് എ സ്റ്റുഡൻറ്റ്, റയൻ ഈസ് മൈ ബ്രദർ, റാമു ഈസ് എ ഗുഡ് പ്ലെയർ എന്ന് തുടങ്ങുന്ന ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ സെൻറ്റൻസുകളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ രൂപത്തിലേക്ക് മാറ്റണം. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഇറ്റ്സ് നോട്ട് എ ന്യൂ തിങ് ബിക്കോസ് യു ഹാവ് ഓൾറെഡി ലേൺഡ് how to make a question. The general format of a question making is, you know, that just put the auxiliary before the subject and then it becomes a question. For example, he is a student. He is a student എന്നതിലെ ഈസിനെ മുമ്പിലൊക്കെ വച്ച് കഴിഞ്ഞാൽ അത് എന്തായി മാറുന്നു? ഈസ് ഹി എ സ്റ്റുഡൻറ്റ്, അവനൊരു വിദ്യാർത്ഥിയാണോ എന്നായി മാറുന്നു. ഇനി ഇതുപോലെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ മുമ്പ് എഴുതിയിട്ടുണ്ട്. ആ എക്സാമ്പിളുകളൊക്കെ നമുക്ക് മാറ്റി എഴുതണം. ഉദാഹരണത്തിന്, ഈസ് റയാൻ മൈ ബ്രദർ, അല്ലെങ്കിൽ ഈസ് ജോൺ യുവർ കസിൻ, ഈസ് ഇറ്റ് യുവർ പെൻ, ഈസ് ഇറ്റ് യുവർ ബാഗ്, ഈസ് കൗ എ ഡൊമസ്റ്റിക് ആനിമൽ, ഈസ് ഹി കമ്മിങ് നൗ, ഈസ് ഹി സ്റ്റഡിയിങ് വെൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ചുറ്റുഭാഗത്തും നമ്മൾ നോക്കുക. ഒരുപാട് വസ്തുക്കൾ നമുക്ക് കാണാം. ഓക്കെ, യു ജസ്റ്റ് ലുക്ക് അറൗണ്ട് യു ആൻഡ് മേക്ക് ദ സെൻറ്റൻസസ് and questions that you see. Okay, let's see an example. It's a new sofa. Is it a new sofa? The floor is clean. Is the floor clean? The fan is working. Is the fan working? Okay, ഇങ്ങനെ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ മുമ്പ് കൊടുത്തിട്ടുള്ള ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിൾ നിങ്ങൾ ഈ കാണുന്ന രൂപത്തിലേക്ക് മാറ്റി ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യണം. നമ്മൾ മുമ്പത്തെ ടേബിൾ കൊടുത്തത് ഇതൊക്കെ സെൻറ്റൻസുകളാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി ആ സെൻറ്റൻസുകൾ ക്വസ്റ്റ്യൻ രൂപമാക്കാനാണ് ഇപ്പോൾ ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അത് ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട്, ഇപ്പോൾ നമ്മൾ അവിടെ ആദ്യം കൊടുത്ത സെൻറ്റൻസുകൾ ഇങ്ങനെയാണ്: ഹി ഈസ് അറേഞ്ചിങ് ദി സ്റ്റേജ്, ഹി ഈസ് റൈഡിങ് എ ബൈക്ക്. അങ്ങനെ തുടങ്ങുന്ന സെൻറ്റൻസുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി അത് ക്വസ്റ്റ്യനാക്കി മാറ്റണം. ഈസ് ഹി അറേഞ്ചിങ് ദ സ്റ്റേജ്, ഈസ് ഹി റൈഡിങ് ദ ബൈക്ക് തുടങ്ങിയ സെൻറ്റൻസുകളാക്കി നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോ സെൻറ്റൻസും ഇപ്പോൾ കഴിഞ്ഞ പാഠത്തിൽ നിങ്ങൾ ടേബിൾ ചെയ്തതുപോലെ തന്നെ ഒരു സബ്ജക്റ്റ് കൊണ്ട് എത്രയൊക്കെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം അത്രയൊക്കെ സെൻറ്റൻസ് ഉണ്ടാക്കുക. അതുപോലെ ഒരു വെർബ് കൊണ്ട് എത്രയൊക്കെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം അത്രയൊക്കെ നിങ്ങൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കി മാക്സിമം സെൻറ്റൻസുകൾ ഉണ്ടാക്കി അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് അത് നമുക്ക് തറയായി വരുന്നത്. ഓക്കെ, this is all for today. I hope that you have interested today's class. It is a very short lesson you have today. Though the class is very short, very small one, the topic that we have discussed is very important, and so what you have to do is to practice all these well with dedication and sincerity. Then the language will be at your hand to handle easily. Okay, so thank you for watching. Take care. Bye.